ഇപ്പോൾ നാഷണലിലെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നത് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് എന്തോ LDFിൻ്റെ പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നു. അത് ശരിയാണ്. LDFിന് സാധാരണഗതിയിൽ അത് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയാം. എങ്ങനെ? ഞങ്ങൾ ഇട്ടേച്ച് പോയൊരു പണി ഞങ്ങൾ ഉപേക്ഷിച്ചൊരു കാര്യം നിങ്ങളിത് യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന് LDFിനോട് ചോദിക്കുക. നിങ്ങൾ ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തുകൊണ്ടല്ലേ ഈ റോഡിങ്ങനെ പണിയാനിടയായത്? റോഡ് പണിതത് കൊണ്ടല്ലേ ഈ പറയുന്ന ചെറിയ അപകടം ചിലയിടത്ത് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരുന്നില്ലെങ്കിൽ റോഡ് പണി ഉണ്ടാകില്ലല്ലോ. ആ അർത്ഥത്തിൽ ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയും. പക്ഷേ ആ ഉത്തരവാദിത്വം ഒരു നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ യാതൊരു പിഴവും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെൻറ്റിനോ ഇല്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നുവെന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വല്ലാത്ത വാസനയുള്ളവർക്ക് കിട്ടിപ്പോയൊരവസരം നാഷണൽ ഹൈവേയിൽ ചിലയിടത്ത് ചില അപകടം ഉണ്ടായല്ലോ, അപ്പോൾ ഇവരുടെ കൊള്ളരുതായ്മയല്ലേ, ഇവർക്കല്ലേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാൻ, എന്തും പറയാൻ ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് സാധാരണ ചൊല്ലുണ്ടല്ലോ, എല്ലാം പറയാൻ മഹത, എന്തും പറയാൻ വഷളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന നിലയാണ് എന്നതേ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ LDFിന് അതിലഭിമാനം മാത്രമേ ഉള്ളൂ. ആ വർക്ക് നല്ല നിലക്ക് നടക്കണം, വീഴ്ചകൾ പറ്റിയത് പരിഹരിച്ചു പോകണം, ആ വീഴ്ചയായി കണ്ടുകൊണ്ട് നടപടികളിലേക്ക് കടക്കണം. അതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്. അത് അവർ നിറവേറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെയും ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്താൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ നില LDF അല്ല 2016 അധികാരത്തിലിരുന്നെങ്കിൽ തുറന്നുള്ള ഈ 9 വർഷവും LDF ആയിരുന്നില്ല എങ്കിൽ ഉണ്ടാകുമായിരുന്നോ? ഉറപ്പാണ് ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അതല്ലേ വസ്തുത. നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം നല്ല രീതിയിൽ ഉറപ്പാക്കാനുള്ള നടപടികൾ, ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, മറ്റൊരു ഭാഗത്ത് മലയോര ഹൈവേ, രണ്ടിനും കൂടി 10,000 കോടി രൂപ സംസ്ഥാനമാണ് ചെലവിടുന്നത്. സംസ്ഥാനം ചെലവിട്ടാണ് ആ റോഡുകൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. നമ്മുടെ ദേശീയ ജലപാത ഏതാനും മാസങ്ങൾ വളരെ ചുരുക്കാവും ഇതിലൂടെ നമ്മുടെ കനാലിലൂടെ ബോട്ട് സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. കോവളം മുതൽ ബേക്കൽ വരെയുള്ള പാത നല്ല തോതിൽ ഒരു ഭാഗം ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ വലിയ തോതിലുള്ള പുരോഗതിക്ക് വഴിവെച്ചിട്ടുള്ളതാണ്. നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ ഫ്ലൈ ഓവറുകൾ, നമ്മുടെ ഓവർ ബ്രിഡ്ജുകൾ എല്ലാം ഇന്ന് നല്ല രീതിയിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്.